ഇവിടെ നമ്മളെല്ലാവരും മാർപ്പാപ്പയുടെ വീഡിയോ സന്ദേശത്തെക്കുറിച്ച് പറയുന്നു. മാർപ്പാപ്പ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് എഴുതിയ സർക്കുലറുകൾ അതേക്കുറിച്ച് സംസാരിക്കുന്നു. ഇവിടെ സിനഡിലെ പിതാക്കന്മാരാരെങ്കിലും എത്ര പേര് മാർപ്പാപ്പയുടെ വീഡിയോ സന്ദേശത്തെക്കുറിച്ച്, മാർപ്പാപ്പ എഴുതിയ സർക്കുലറുകളെക്കുറിച്ച് ഇവർ സിനഡ് എത്ര പ്രാവശ്യം അതിനുശേഷം കൂടി? ഇവർ 50-53 പേര് ഒരുമിച്ച് വിചാരിച്ചാൽ ഈ മാർപ്പാപ്പ പറഞ്ഞ കാര്യങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട് ഏതെല്ലാം കാര്യങ്ങൾ അവർക്ക് എറണാകുളത്ത് ഒരുമിച്ച് നിന്ന് ചെയ്തു തീർക്കാമായിരുന്നു. എന്താ ഇവർ കാക്കനാട് മൗണ്ടിൽ വന്ന് ഒരുമിച്ച് കൂടി സിനഡും കൂടി എല്ലാ കാര്യങ്ങളും ആഘോഷമായിട്ട് എത്രയോ കാര്യങ്ങൾ അവർ പങ്കെടുത്തു. എന്തെങ്കിലും കുർബാന വിഷയത്തിൽ അവർക്ക് ഒരുമിച്ച് ചേർന്ന് ചെയ്യാൻ സാധിച്ചോ? ഇല്ലല്ലോ. അപ്പോൾ അവിടെയും ഇവിടെയും ഇരുന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തു പറഞ്ഞു എന്ന് വരുത്തി തീർക്കുന്നതിൽ കഥയും കാര്യമൊന്നുമില്ല. എത്രയോ പ്രാവശ്യം ഈ 53 മെത്രാന്മാർ ഒരുമിച്ച് വിചാരിച്ചാൽ ബസിലിക്ക പള്ളിയിൽ കുർബാന അർപ്പിക്കാമായിരുന്നു. എന്താ അവർക്ക് കാലി ചലിക്കാത്തത്? അപ്പോൾ ഇവരാരെയാണ് പേടിക്കുന്നത്? പേടിക്കാൻ പാകത്തിന് ഇവരുടെ മടിയിൽ ഇത്ര കനമെന്താ? ഒരുമിച്ച് എല്ലാവരോടും കൂടി നമ്മൾ ആലോചിച്ചാൽ മനസ്സിലാകും. 53 മെത്രാന്മാരുടെ മടിയിൽ ഇത്ര കനമെന്താ? ബസിലിക്ക ദേവാലയത്തിൽ കുർബാന അർപ്പിക്കാൻ ഇവർ ഒരുമിച്ച് ഇറങ്ങി പുറപ്പെട്ടിരുന്നെങ്കിൽ ഇവരെ ആർക്കെങ്കിലും തടയാൻ സാധിക്കുമോ? പോലീസ് കേസുകളോ കോടതി കേസുകളോ ഒന്നും 53 മെത്രാന്മാർ ഒരുമിച്ച് വന്ന് കുർബാന അർപ്പിച്ചാൽ അവിടെ വിലപ്പോവില്ല, അതിന് പ്രസക്തിയില്ല. കാരണം സിനഡാണ് തീരുമാനിക്കുന്നത്, കോടതിയല്ല തീരുമാനിക്കുന്നത്. സിനഡ് ഒരുമിച്ച് കൂടി തീരുമാനിച്ച് അവർ ചെയ്യാൻ തീരുമാനിച്ചാൽ അവിടെ ഒന്നും വിലപ്പോവില്ല. എന്താ അവർക്ക് ചെയ്യാൻ സാധിക്കാത്തത്? എത്രയോ പ്രാവശ്യം ഇവർ 53 പേര് ഒരുമിച്ച് എറണാകുളത്ത് കാക്കനാട് സെൻറ് തോമസ് മൗണ്ടിൽ ഇവർ ഒരുമിച്ച് കൂടി. അപ്പോൾ എറണാകുളത്തെ 5.5 ലക്ഷം വിശ്വാസികൾ എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ചൊന്നുമല്ല. എന്നിട്ട് ഇവർക്ക് നമ്മൾ ഓശാന പാടുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഒരു പ്രാവശ്യം ബസിലിക്ക പള്ളിയിൽ കുർബാന തുടങ്ങി വെച്ചു. അടുത്ത പ്രാവശ്യം 16 ഇടവകയുണ്ട്, 16 ഫൊറോനയുണ്ട്. ഓരോ പ്രാവശ്യവും എറണാകുളത്ത് വരുമ്പോൾ പിതാക്കന്മാർക്ക്, ഓരോ ഫൊറോനയിലെ വികാരിമാർക്ക് അവിടെ പോയിട്ട് കത്ത് നേരിട്ട് കൊടുത്ത് അവരെ അവിടെ നിന്ന് മാറ്റി, അല്ലെങ്കിൽ അവരെ കൊണ്ട് കുർബാന ചെല്ലിക്കാൻ ഇവർക്ക് സാധിക്കാത്ത കാര്യമാണോ? 53 മെത്രാന്മാരെ ഒരുമിച്ച് പ്രതിരോധിക്കാൻ അൽമായ മുന്നേറ്റം ഗുണ്ടകളോ വിമത വൈദികരോ വന്നാൽ എറണാകുളത്തെ 6 ലക്ഷം വിശ്വാസികൾ അല്ലെങ്കിൽ 5.5 ലക്ഷം വിശ്വാസികൾ കണ്ണുമടച്ച് നോക്കി നിൽക്കുമെന്ന് നമ്മൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? എന്താ അവർക്ക് ചെയ്യാൻ സാധിക്കാത്തത്? അവർക്ക് ഇനിയും ഇതാകാമല്ലോ. തത്വത്തിൽ പറഞ്ഞാൽ എറണാകുളത്തെ വിമത വൈദികർക്ക് പിതാക്കന്മാർ സപ്പോർട്ടാണ്, പൂർണ്ണമായ പിന്തുണയാണ്. അതാണ് തട്ടിൽ പിതാവിലൂടെയും പാമ്പളാനി പിതാവിലൂടെയും പ്രകടമായിക്കൊണ്ടിരിക്കുന്നത്. അൽമായ മുന്നേറ്റംകാർക്ക് അവർക്ക് സപ്പോർട്ടാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ കൂടുതൽ ചില കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. എന്നും അൽമായ മുന്നേറ്റം ഗുണ്ടകളെ പേടിച്ച് വരെ പതുങ്ങി കഴിയാനാണെങ്കിൽ എറണാകുളത്തെ 5.5 ലക്ഷം വിശ്വാസികളോട് ഇവർക്ക് എന്ത് പ്രതിബദ്ധതയുണ്ട്? കർത്താവിൻ്റെ പരിശുദ്ധ കുർബാനയോട് ഇവർക്ക് എന്ത് പ്രതിബദ്ധതയുണ്ട്? സീറോ മലബാർ സഭയോട്, ക്രിസ്തുവിൻ്റെ സഭയോട് ഇവർക്ക് എന്ത് പ്രതിബദ്ധതയുണ്ട്? ഗുണ്ടകളെ കണ്ട് ജീവിതകാലം മുഴുവൻ പതുങ്ങി കഴിയാനാണെങ്കിൽ പിതാക്കന്മാർ പതുങ്ങാൻ നിന്നാൽ ജീവിതകാലം മുഴുവൻ പതുങ്ങിയിരിക്കത്തേ ഉള്ളൂ. പേടിച്ചോടാൻ തുടങ്ങിയാൽ എന്നും പേടിച്ചോടിക്കൊണ്ടേയിരിക്കണം. സഭയോടൊപ്പം ചങ്കുറപ്പോടെ നിന്നാൽ ആ ചങ്കുറപ്പുള്ള പിതാക്കന്മാരെ സപ്പോർട്ട് ചെയ്യാനാണ് ഇവിടെ നല്ല ചങ്കുറപ്പുള്ള മാർത്തോമ നസ്രാണികൾ ഇവിടെ എറണാകുളം അങ്കമാലി അതിരൂപതയിലുള്ളത്. എന്തുകൊണ്ടാണ് പിതാക്കന്മാർക്ക് ഒരു സ്റ്റെപ്പ് എടുത്തു വയ്ക്കാൻ സാധിക്കാത്തത്? പിതാക്കന്മാർ ഒരുമിച്ച് ഒരു സ്റ്റെപ്പ് എടുത്തു വെച്ചാൽ എറണാകുളത്തെ വിശ്വാസികൾ നമ്മൾ ഇറക്കൂടെ. പക്ഷേ നമ്മൾ ആരെ കണ്ടിറക്കും? ആരെ വിശ്വസിച്ചിറക്കും? വിശ്വാസികളെ. എല്ലാവർക്കും ഇപ്പോൾ ആവശ്യം തല്ലാനും കൊല്ലാനും വിശ്വാസികളെ ഇറക്കണം. ഒരുമിച്ച് ഒരു കുടുംബം പോലെ പള്ളികളിൽ കഴിയുന്ന വിശ്വാസികളെ, ഒരു കുടുംബത്തിൽ പരസ്പരം സാഹോദര്യത്തിലും സ്നേഹത്തിലും വളർന്ന വിശ്വാസികളെ ഒരുമിച്ച് തല്ലാനും ഇറക്കണം. അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്.